ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക്. ഇറ്റ്സ് എ ലോങ് ടൈം അല്ലേ? നമ്മളെ ഇപ്പോൾ കുറച്ച് നാളായി ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 1 year. അപ്പോൾ നമുക്കൊരു പിക്സ് ചെയ്താലോ? എനിക്കാണെങ്കിൽ അത് കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ പിക്സ ചെയ്യുമ്പോഴേ നമുക്കൊരു സോസ് പ്രിപ്പയർ ചെയ്യണ്ടേ. അപ്പോൾ ഞാനിവിടെ റെഡ് സോസാണ് പ്രിപ്പയർ ആക്കുന്നത്. വളരെ ഈസിയാണ്, ഒന്നുമില്ല. ഈ തക്കാളിയില്ലേ നമ്മൾ കുക്ക് ചെയ്ത് ചെയ്യുന്നത് നമുക്ക് ഇതിനകത്താക്കിയിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് ഒലിവ് ഒഴിച്ച് കൊടുക്കാം. ഈ ചോപ്പ് വെച്ച ഗാർലിക് ഉണ്ടല്ലോ, അതൊന്ന് സോട്ട് ചെയ്തെടുക്കാനാണ്. കരിയാൻ നിൽക്കരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലേവർ കയറിയിട്ട് ആ സോസിലെല്ലാം പിടിച്ച് പിസ്സ ചെയ്യും. കന്നഡ അരിഞ്ഞതുകൊണ്ട് നമുക്ക് ഇതിനകത്തോട് വിട്ട് ഇതുണ്ടല്ലോ ഒരിഗാനോ. ഈ സാധനം ഇതിന്റെ മെയിൻ പാർട്ടാണ്. ഇതിന്റെ ഫ്ലേവറാണ് നമ്മൾ ഈ പിസ്സ കഴിക്കുമ്പോഴൊക്കെ കിട്ടുന്നത്. അപ്പൊ ഇതില്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട, ചീഞ്ഞ് കൊടുത്തു ഫ്ലോപ്പാണ്. ഇതാണ് ഇതിന്റെ മെയിൻ പാർട്ട്, വേറെ ഒന്നും ഇല്ലെങ്കിൽ. പിന്നെ ഉള്ളത് സോൾട്ടും പെപ്പറും. സോ കുറച്ച് സോൾട്ട്, then pepper ചാടരുത്, പയ്യനെ നീ ചാടിയാൽ എൻ്റെ സോസ് വെച്ച്. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം ഒരു കാര്യം. കഴിഞ്ഞിട്ടാ പരിപാടി കഴിഞ്ഞ്. പിസ്സ ഡോ ചെയ്തെടുക്കുന്നതിന് മുമ്പേ കുറച്ച് വാം വാട്ടർ എടുത്തിട്ട് അതിൽ ഒരു 2 ടീസ്പൂണോളം ഈസ്റ്റ് ഇട്ട് അതൊന്ന് ഫെർമെൻറ്റേഷൻ ആക്കി വെക്കണം. എന്നിട്ട് ആ വാം വാട്ടറാണ് നമ്മൾ ഫ്ലോറിലിട്ടിട്ട് നമ്മൾ നീഡ് ചെയ്തെടുക്കുള്ളൂ. നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പിസ്സ ഡോ ഉണ്ടാക്കാം. പിസ്സ ഡോ പറഞ്ഞല്ലോ വളരെ ഈസിയാണ്. ഇതൊരു 220 ഗ്രാമോളം ഫ്ലോർ വരും കേട്ടോ. കുറച്ചും കൂടി സോൾട്ട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സാധനം ഒറിഗാനോ, വാം വാട്ടർ. നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്യുമല്ലോ അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ ഇനി ഇവിടെ ഇരിക്കട്ടെ. അവിടെ റെസ്റ്റിലിരിക്കട്ടെ ഒരു 1 to 2 hours. മീൻ വൈൽ നമുക്ക് അതിൽ ആഡ് ചെയ്യുന്ന അതിൽ ടോപ്പിംഗ് ചെയ്യുന്ന ഏതാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ ചിക്കൻ എടുത്തേക്കുന്നത്. അതിൽ നമ്മുടെ വെളുത്തുള്ളി ഇല്ലേ, അത് കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് അതിൽ സോൾട്ട് ആൻഡ് പെപ്പർ പിന്നെ കുറച്ച് വിനെഗറും കൂടി ചേർത്തിട്ടാണ് ഇതിന്റെ ഒരു സീസണിങ് നടത്തിയാണത്, ഒരു മാരിനേഷൻ ഉണ്ടാക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. സോ അപ്പൊ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്രില്ല് ചെയ്യാൻ വേണ്ട. ഒന്നാമത് ഈ ഓവൻ നമ്മളിപ്പോ പ്രീ ഹീറ്റ് ചെയ്യണമല്ല. അപ്പൊ ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് ആ സമയത്ത് കുക്കായി കിട്ടും. അപ്പൊ രണ്ടുണ്ട് കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ ടോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മഷ്റൂം ഉണ്ട്. ഇത് ടീൻ മഷ്റൂം ആണ്. സവാള ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കളർഫുൾ ആകുമ്പോൾ 3 types ഓഫ് റെഡ് ബെല്ലി പെപ്പർ, അതിൽ ക്യാപ്സിക്കം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ടെസ്റ്റാണ് കിട്ടുന്നത്. ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കും. നൈസ്. നോക്കിയേ, ഇതൊരു 3 പീസ് ഉണ്ടാക്കാനുള്ളതുണ്ട്. ഇത് പരത്തണേന് ഷേപ്പ് ആയില്ലെങ്കിലൊന്നും നോ പ്രോബ്ലം. എന്നാലും നമ്മൾ മാക്സിമം പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് So see you in next video. Till then, bye bye.